ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു 4:45 തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ പോണതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ എന്താണ് ഞാൻ പഠിക്കണേന്നുള്ളതും ഞാൻ പഠിക്കാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നേരൊക്കെ വെളുത്ത് വരണേ ഉള്ളൂ, എന്നാലും കിച്ചണിൽ വന്നാൽ ആ ഒരു വിൻഡോ തുറന്നിട്ടാലേ എനിക്കൊരു ആശ്വാസമുള്ളൂ. കാരണം പുറത്തുനിന്നുള്ള ആ ഒരു ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കിട്ടാൻ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ മക്കൾക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസും പിന്നെ അവരുടെ ഒരു ഫേവറേറ്റ് ഹണി ചിക്കൻ ഉണ്ട്, അത് വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചിക്കന് ഞാൻ തലേ ദിവസം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഫ്രൈഡ് റൈസിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കന് ഞാനിപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഫ്രൈഡ് റൈസിലോട്ടുള്ള ചിക്കന് ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഫ്രൈഡ് റൈസിൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അല്ലേ ഒന്നുകൂടെ ടേസ്റ്റ്. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധ മാറിയിട്ട് നല്ലോണം ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ടോ. അപ്പോഴേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ സോനുവിനെയും വിളിച്ച് വന്നിട്ട് വേറൊരു കുറ്റിയുണ്ട്, അത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. ഈ കുറ്റി പുറത്ത് ഗ്രില്ലിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. എന്ത് കാട്ടിയിട്ട് ആ പൂട്ട് തുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ സോനു ഞാൻ കുറേ സമയം അവിടെ പണിപ്പെട്ടിട്ടാണ് കേട്ടോ ആ കുറ്റി ഒന്ന് കണക്ട് ചെയ്തത്. അപ്പോഴേക്കും നേരെ നല്ലോണം വൈകിയിട്ടുണ്ടായിരുന്നു. സോനുവിന് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങേണ്ടതല്ലേ. പിന്നെ ഞാൻ വേഗം എനിക്കുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അതാ ഞാൻ പാനിലോട്ട് തലേ ദിവസം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസിൽ ഈ ഒരു ഗ്രീൻ പീസ് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഗ്ലാസ് നൈഷുക്കുട്ടിക്ക് ഹോർലിക്സ് ആണ് കേട്ടോ ഇഷ്ടം. സോനുവിനാണെങ്കിലോ ഹോർലിക്സ് ഇഷ്ടമല്ല, അവനക്ക് നല്ല കടുപ്പത്തിൽ ചായ വേണം. അപ്പോൾ നൈഷുവിനുള്ള പാല് മാറ്റിയിട്ട് ബാക്കിയിലേക്ക് ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നൈഷുക്കുട്ടിക്കുള്ള ഹോർലിക്സ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. സോനു പോയ പാടെ തന്നെ നൈഷുവിന് മദ്രസയ്ക്ക് പോകാനുള്ളതല്ലേ. ഈ വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ വഴറ്റിയെടുക്കുക. ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചൂടൊക്കെ നാറിയതിന് ശേഷം പിച്ചി ഈ ഒരു വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്നിപ്പോൾ സോനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. തലേ ദിവസത്തെ പൊറോട്ടയും ബീഫും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തലേ ദിവസത്തെ ബീഫ് കറി ഒഴിച്ചിട്ട് പിന്നെ ഒരു 2 പൊറോട്ട ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ കറിൻ്റെ ആവശ്യമില്ലല്ലോ പൊറോട്ടയ്ക്ക്. തൽക്കാലം ഒരു തട്ടിക്കൂട്ട് കൊത്തു പൊറോട്ട സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇതിനേ ടൈമുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ കുറേ ടൈം അങ്ങനെ പോയതല്ലേ. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം പാനിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കുക. ശേഷം ഇതിലോട്ട് വേവിച്ചെടുത്തിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു റൈസ് തലേ ദിവസം രാത്രിയിൽ കുക്ക് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ സോനുവിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവനക്കുള്ള ചായ എടുത്തു കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കൂടെ സോയാ സോസ് ഇതിലോട്ടൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോനു കുളിച്ച് ഫ്രഷായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഗ്യാസ് പണി തന്നതുകൊണ്ട് ഓനക്ക് ടൈം കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓനൊന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഹണി ചിക്കനൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഒന്ന് തൽക്കാലം ഫ്രൈഡ് റൈസ് മാത്രമാണ് കൊടുത്തു വിടണത്. ഇന്നിപ്പോൾ വൈകിയതുകൊണ്ട് തന്നെ സോനുവിനൊന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി കൊടുക്കണം. സാധാരണ ഒരു 6 മണിയാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുക, 6:30 കാരണം അവനക്ക് 7 മണിക്കാണ് ട്യൂഷന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 7 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തുള്ളൂ. അപ്പോൾ സാധാരണ ഒരു രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാറാണ് കേട്ടോ. ഞാനങ്ങനെ കൊണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല. രാവിലെ നടക്കുമ്പോൾ ഒന്നുകൂടി ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓന് നടന്ന് പോകാറ് തന്നെയാണ് കേട്ടോ. അങ്ങനെ
ബസ് സ്റ്റോപ്പ് വരെ എത്തിയപ്പോഴാണ് വീണ്ടും അടുത്ത പണി. ഓന് ബസ്സിനുള്ള ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഓനക്ക് ബസ്സിനുള്ള ക്യാഷും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് ഞാൻ തൽക്കാലം ഒരു 4 ഇടിയപ്പം വാങ്ങിച്ചിട്ടു. കാരണം ഇനിയിപ്പോൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കാൻ നിന്നാൽ വീണ്ടും ടൈം വഴുകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നൈഷുക്കുട്ടിനെ മദ്രസയിൽ വിടണം. സാധാരണ നൈഷുക്കുട്ടി രാവിലെ വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ മദ്രസയിൽ പോവാറ്. പക്ഷേ ഇപ്പോൾ ഓള് ഒന്ന് ക്ഷീണിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഉപ്പച്ചി ഓളടുത്ത് രാവിലെ പഴവും മുട്ടിയും ഹോർലിക്സൊക്കെ കഴിച്ചു പോയാലേ ഒന്ന് നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഓള് പഴവും മുട്ടിയും ഹോർലിക്സൊക്കെ കൊടുത്താൽ കുടിക്കുന്നുണ്ട് കേട്ടോ. ഓൾക്കൊരു ചിന്ത ഉണ്ട്, ഓള് പറ്റ ക്ഷീണിച്ചു പോയി, അപ്പോൾ ഒന്ന് നേരാവണം എന്നുള്ളത്. അപ്പോൾ തലേന്ന് രാത്രിയിൽ യൂണിഫോമൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ വിരിച്ചിട്ടതായിരുന്നു കേട്ടോ ഹാള് മൊത്തം. അങ്ങനെ നൈഷുക്കുട്ടിനെ എണീപ്പിച്ച് ഓള് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഓളെ യൂണിഫോമൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ മദ്രസയിൽ വിടാറ്. കാരണം മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് മാത്രമാണ് കേട്ടോ ബാക്കി സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടക്ക് വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അവൾക്ക് പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ, പിന്നെ അവളുടെ മേക്കപ്പും കൂടെ കഴിയുമ്പോഴത്തേന് കുറേ ടൈം എടുക്കൂലേ. അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ മദ്രസയിൽ പോകുമ്പോൾ തന്നെ കുളിച്ച് യൂണിഫോമൊക്കെ ചേഞ്ചാക്കി പിന്നെ മുടിയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ മദ്രസയിൽ വിടാറ്. അഗാരോൻ്റെ ഈ ഒരു എഗ് ബോയിലർ ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. മുട്ട പുഴുങ്ങാനും അതേപോലെ പഴം പുഴുങ്ങാനും ഇനി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കുറച്ച് എന്തെങ്കിലും ആവിക്കെട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ സംഭവം. അപ്പോൾ നൈഷുക്കുട്ടിക്കുള്ള ഹോർലിക്സും പഴവും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അവളെ കഴിപ്പിച്ചിട്ട് വേണം മദ്രസയിൽ വിടാൻ. എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നൈഷുക്കുട്ടിക്കും ഒരു ഇത്തിരി വൈകിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവളെയും സ്കൂട്ടിയിലാണ് മദ്രസയിലാക്കി കൊടുത്തത്. അവളെ ഞാൻ രാവിലെ നടന്ന് ആക്കി കൊടുക്കലാണ് കേട്ടോ. അത് എനിക്കൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യല്ലേ രാവിലെ തന്നെ. ഇന്നിപ്പോൾ വൈകിയതുകൊണ്ട് സ്കൂട്ടിയിലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി മക്കളുടെ ഫേവറേറ്റ് ഹണി ചിക്കൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹണി ചിക്കൻ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കന് ഞാൻ നേരത്തെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചതാണ് കേട്ടോ. ആ ഒരു കുരുമുളക് പൊടിയും ഉപ്പും സോയ സോസും ചേർത്തിട്ട് തലേന്ന് രാത്രിയിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴേക്കും ഇതാ ഞാൻ അനുക്കുട്ടിൻ്റെ യൂണിഫോം അയൺ ചെയ്തിട്ടില്ല കേട്ടോ, അതൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഈ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാളയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. പിന്നെ അതാ ഒരു ടീസ്പൂണ് സോയാ സോസും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ മക്കൾക്ക് സ്നാക്സിന് ഞാൻ മാങ്ങയാണ് കേട്ടോ കൊടുത്ത് വിടണത്. ഇത് നീലമാങ്ങയാണ് കേട്ടോ. എനിക്ക് മാങ്ങയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാങ്ങ നീലമാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് മാങ്ങ കുറേ ഐറ്റം മാങ്ങകളില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഹണി ചിക്കൻ എന്നുള്ള പേര് അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം തേനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മക്കളുടെ ലഞ്ച് ബോക്സ് ഒന്ന് ഫില്ലാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം അനുക്കുട്ടിക്ക് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ലഞ്ച് ബോക്സ് വാങ്ങിക്കുമ്പോൾ എല്ലാതും ഒന്നും അടിപൊളി ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അത്രയും അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ തന്നെ കൂട്ടാൻ പാത്രം ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു കൂട്ടാൻ പാത്രം, അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ലീക്ക് പ്രൂഫാണ്. അതുപോലെ തന്നെ കാണാനും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് അനുക്കുട്ടിയുടെയും നൈഷുവിൻ്റെയും ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം മക്കൾ സ്കൂൾ തുറന്നതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും അധികം ചെയ്യാത്തതുകൊണ്ട് അവരുടെ സ്കൂൾ ഐറ്റംസ് ഒന്നും കൂടുതൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ അവരുടെ 2 ആളുടെ ലഞ്ച് കിറ്റ് 2 രീതിയിലുള്ളതാട്ടോ വാങ്ങിച്ചത്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു 8:25 ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും നൈഷുക്കുട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മദ്രസയിൽ പോകണം. ഒരു 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തും കേട്ടോ. അങ്ങനെ നൈഷുക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അനുക്കുട്ടി കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ 10 മിനിറ്റാണ് ആകെ കൂടെ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന്
അർജുനും ഫ്രൈഡ് റൈസ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അതുമായിട്ട് ഇരുന്നിട്ടുണ്ട്. അനു പിന്നെ ഇടിയപ്പം ആ ഒരു ഹണി ചിക്കനും കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ചിട്ട് അവളും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം അവരുടെ ഷൂവും സോക്സൊക്കെ ഇടാനും പിന്നെ കുറച്ച് ബാക്കി മേക്കപ്പും കൂടി ചെയ്യുമ്പോഴേക്കും ബസ് വരും കേട്ടോ. പൗഡറൊക്കെ ഇട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും അങ്ങനെ മക്കളുടെ ബസ് വന്നിട്ടുണ്ട്. ഒരു 8:40 ആകുമ്പോഴേക്കും ബസ് വരും കേട്ടോ. അപ്പം ഇനി അവരെ വിട്ടതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനും. തലേന്ന് രാവിലെ തൊട്ടന്നെ നല്ല മഴ ആയത് കാരണം എനിക്ക് മുറ്റടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുറ്റം നല്ലപോലെ ഇല വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ. ഇപ്പോൾ ടൈം 12:30 ആയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെങ്ങാനും എത്താൻ വഴുകുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ ചായ കുടിക്കാണ്ട് അനു മദ്രസയിൽ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായയും പിന്നെ അവർക്കുള്ള സ്നാക്സും ടേബിളിലെടുത്ത് വെച്ചിട്ട് അവിടെ ഒരു നോട്ടും കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഞാൻ ബസ്സിനാണ് കേട്ടോ പോരാറ്. അപ്പോൾ അതാ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ പെരിന്തൽമണ്ണ കോഡ് 7 അക്കാദമിയിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പഠിക്കണേന്നുള്ളത് ഇതുവരെ പറഞ്ഞില്ല അല്ലേ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സ് ഉണ്ടല്ലോ അവിടെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ നിലയിലാണ് കേട്ടോ ഈ ഒരു കോഡ് 7 അക്കാദമി വരുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചക്ക് മുകളിലായിട്ടോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടേക്ക് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് റൂം വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഈ ക്ലാസ്സിലുള്ളത്. അർജുനും അഖിലും സൃജിത്തും ഇവർ 3 പേരാണ് കേട്ടോ എൻ്റെ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഞങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ബാച്ചിൻ്റെ കൂടെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കവർ ചെയ്തെടുക്കാനുണ്ട്. ഇതാണ് മോഹിത് സാറ്, നമ്മുടെ കോഡ് 7 അക്കാദമിയുടെ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ സാറ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കോഡ് 7 അക്കാദമി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന ടൈമിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ സാർ എനിക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സ് അതെന്താണ്, എന്തിനാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കറക്റ്റ് ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കോഡ് 7 അക്കാദമിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികൾ. ഇവരുടെ കൂടെ എത്താൻ ഞങ്ങൾ കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ട്. ഒരു ബാച്ചിൽ ഏകദേശം 10 കുട്ടികളാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ആദർശ് സാറാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം തന്നെ വെബ്സൈറ്റ് ക്രിയേഷൻ ആണ് കേട്ടോ. അതാണ് ഈ സാറിൻ്റെ ഏരിയ. അപ്പോൾ ഇത്രയും കാലത്തൊരു കരിയർ ഗ്യാപ്പിന് ശേഷം പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളത്. കാരണം അന്നത്തേന്നും ഇന്ന് കുറേ മാറിയിട്ടുണ്ടാവില്ലേ പഠന രീതിയൊക്കെ. പക്ഷെ സാറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, സാർ പഠിപ്പിക്കുന്ന ആ ഒരു രീതി, അതായത് നമുക്ക് എത്ര മനസ്സിലാവാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ആ ഒരു ഡൗട്ട് പുഷ്പം പോലെ ആൾ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാതിരുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അങ്ങനെ വൈകിട്ടൊരു 4:10 ആയപ്പോഴാണ് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇനി എത്താൻ കുറച്ച് വൈകുകയാണെന്നുണ്ടെങ്കിലും സോനുട്ടി കുറച്ച് നേരത്തെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ അവന് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് മദ്രസയിൽ വിടും. അനുവിനൊക്കെ അവനും എത്താൻ വൈകി കഴിഞ്ഞാൽ ചായ കുടിക്കാണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ നോട്ട്സൊക്കെ എഴുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോ ക്ലിപ്സ് ഇതിൻ്റെ തലേ ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഉമ്മയും ഉപ്പിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡോറൊക്കെ ക്ലോസ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് കഴിക്കാൻ ബീഫും പൊറോട്ടയൊക്കെ ആയിട്ടോ വന്നത്. അപ്പോൾ അത് നല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ സേഫായിട്ട് വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചതേനു കേട്ടോ. വന്നപ്പോൾ എൻ്റെ അടുത്ത് അത് എടുത്തോളാൻ പറഞ്ഞതേനു. അപ്പോൾ അതാ നല്ല ബീഫും പൊറോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉമ്മയും ഉപ്പിയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീമറിലോട്ട് ഈ പൊറോട്ടയും അതിൻ്റെ മുകളിൽ ബീഫ് കറി ഇങ്ങനെ ലെയർ ആക്കിയിട്ട് വീണ്ടും പൊറോട്ട വെച്ചിട്ട് അങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കണത്. നമ്മുടെ ആ ഒരു കിഴി പൊറോട്ടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. വാഴൻ്റെ ഇലയിൽ പൊറോട്ടയും ബീഫും അതേപോലെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ വാഴൻ്റെ ഇലയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ആവി കയറ്റി നല്ല കുഴഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചായക്കടി.
അങ്ങനെ അനുക്കുട്ടി വൈകിട്ട് മദ്രസ വിട്ടെത്തിയിട്ടുണ്ട്. അവൾക്കിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ മദ്രസ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല സാവകാശം സ്കൂളിലേക്ക് ഒരുങ്ങി പോയാൽ മതി. പിന്നെ ഈ ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ടല്ലോ, ഇതും ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓൺലൈനായിട്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കണ്ടതേനു. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കാം. അന്ന് രാവിലെ തന്നെ എൻ്റെ അനിയൻ്റെ ഒരു പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് നേരത്തെ ഇരുന്നതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ടൈമിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു കാർ ഗ്യാരേജ് ആണ് കേട്ടോ. അതായത് വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സും മെക്കാനിക്കൽ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ കറക്റ്റ് സ്പോട്ട് ഉള്ളത് താഴേക്കോടങ്ങാടിയിൽ MFC മോനുവിൻ്റെ MFC ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്യാരേജൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്നുണ്ട്. ഓനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 1-2 ദിവസങ്ങളിലെ ചെറിയ ക്ലിപ്സുകളൊക്കെ ഞാൻ ഇതിൽ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്